ഫോണൊക്കെ എന്താക്കാൻ പറ്റും ചേച്ചി? സദസ്സിനെ അഭിസംബോധന ചെയ്ത് എൻ്റെ വാക്ക് സംസാരിക്കാനായി എൻ്റെ സ്വന്തം ചേച്ചിയും ഗുരുനാഥയും അമ്മ മെമ്പറും നിങ്ങളുടെ 2 ദിവസത്തെ ഇൻസ്ട്രക്ടറുമായ ശ്രീമതി രചന നാരായണക്കുട്ടിയെ സ്നേഹപൂർവ്വം വേദിയിലിരിക്കുന്നു. നമസ്തേ, സദ്ഗുരുഭ്യോ നമഃ. അഭിമന്യരായ ഗുരുജനങ്ങൾക്കും ബഹുമാന്യരായ സദസ്സിനും ഏറെ സ്നേഹം. ദീർഘിപ്പിക്കുന്നില്ല. അമ്മയുടെ ആദ്യത്തെ സംരംഭമായ അഭിനയ ഇൻറ്റൻസീവ് എന്ന് പറയുന്ന ഒരു ഡാൻസ് വർക്ക്ഷോപ്പ് അത് തുടങ്ങി വയ്ക്കാൻ ഞാനൊരു നിമിത്തമായി എന്നുള്ളത് ജന്മജന്മാന്തര പുണ്യമായിട്ട് ഞാനെന്ന കലാകാരി കാണുകയാണ്. പൊതുജനങ്ങളിലേക്ക് കുറച്ചുകൂടി എങ്ങനെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും എത്തിക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് എന്നൊരാശയത്തിൽ നിന്നാണ് ഇന്ന് നമ്മളെല്ലാവരും ഏറെ സന്തോഷത്തോടു കൂടി ഈ നിമിഷത്തിൽ പങ്കുചേരുന്നത്. അതിന് എല്ലാ നന്മകളും ഉണ്ടാവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ആഗ്രഹിക്കുകയാണ്. വളരെ ചുരുക്കി പറയാം, നൃത്ത റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ് ഇത്. നാട്യം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ് ഇത്. അപ്പോൾ നമ്മളുടെ ഒരു ക്രൈറ്റീരിയ നമ്മൾ വെച്ചിരുന്നത് ഏത് ഡാൻസ് ഫോം പഠിച്ചവർക്കും ഇതിന് ഭാഗമാവാം എന്നുള്ളതാണ്. ക്ലാസിക്കൽ തന്നെ പഠിക്കണം, ശാസ്ത്രീയ നൃത്തം തന്നെ പഠിക്കണം എന്നുണ്ടായിരുന്നില്ല. കാരണം അഭിനയം എന്നുള്ളത് നേരത്തെ ലാലേട്ടൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ജീവിതത്തിൽ എന്നും ഓരോ രസങ്ങളുമായി സമ്പർക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു എക്സ്പ്ലോറേഷനാണ്. സോ നമുക്ക് വെസ്റ്റേൺ പഠിച്ച ആളുകളുണ്ട്, ഹിപ്പ് ഹോപ്പ് പഠിച്ച ആളുകളുണ്ട്, അങ്ങനെ എല്ലാ കോണ്ടംപററി പഠിച്ച ആളുകളുണ്ട്. എല്ലാ മേഖലകളിൽ നിന്നും, എല്ലാ ഡാൻസ് ഫോംസിൽ നിന്നുമുള്ള ആളുകൾ, പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ആളുകൾ ഇതിൻ്റെ ഭാഗമാവുമ്പോൾ നാട്യത്തിൻ്റെ മൂല്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എളിയ ഭാഗമാവാൻ സാധിച്ചതിലും അതിന് ലാലേട്ടൻ വന്ന് അനുഗ്രഹിച്ചതിലും ഏറെ 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 സന്തോഷം. താങ്ക് യു ലാലേട്ട. ഞാനിപ്പോൾ ഓർത്താണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം ലാലേട്ടൻ്റെ കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.